പ്രോമിസ്? പ്രോമിസ്. നിനക്കറിയോ ബലൂണെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാവുന്നു. എനിക്കും. അതുകൊണ്ട് ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും? എപ്പോഴും. എങ്കിൽ പിന്നെ നിനക്ക് വീട്ടിൽ പോവാതെ ഇവിടെ നിന്നൂടെ? നമുക്ക് ഒരു വീട്ടിൽ താമസിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ലോങ് ഡ്രൈവിന് പോവാം. നമുക്ക് ഒരുമിച്ച് ഫുൾ സ്പീഡിൽ പോവാം. അമ്മേ, പ്രിയ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ കരുതി അവള് രാവിലെ തന്നെ വരുമെന്ന്. ഫോൺ ചെയ്ത് നോക്കിയാലോ അവളെ. പ്രിയ, അല്ല എവിടെയായിരുന്നു നീ? ഞാൻ നിന്നെ ഫോൺ വിളി. വാ ഇരിക്കേ. എന്റെ മോളെ, ഒരുപാട് തളർന്നു പോയല്ലോ നീ. ക്ഷീണം ഉണ്ടമ്മേ, പക്ഷെ അതിനേക്കാളും സന്തോഷം തോന്നുന്നുണ്ട്. അതെങ്ങനെയാ സംഭവിച്ചത്? പറയേ. ആദ്യം ഞങ്ങൾ അവിടെ പോയി, എന്നിട്ട് തനുവിന് ഒരു പാഠം പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റി. ആണോ? ഞാനും കേൾക്കട്ടെ അവൻ എന്തൊക്കെയാ പറഞ്ഞെന്ന്. ഒരുപാട് കാര്യങ്ങൾ. അമ്മ, സത്യം പറഞ്ഞാലേ എനിക്ക് തോന്നി എല്ലാം പഴയതുപോലെ സംഭവിക്കാൻ പോവാന്ന്. പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? തനു കൂടെ ഉണ്ടായിരുന്നപ്പോ നന്നായി ബോറടിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് തനുവിന്റെ സ്ഥാനത്ത് എന്നെയാ തോന്നിയതെന്ന്. അതെയോ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഫീലിംഗ് ഉണ്ട് അമ്മേ. ആരോ കുറച്ചു ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നു അവനെ ഉപേക്ഷിച്ചു പോകുന്നു. അമ്മയ്ക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ കാര്യം വരുമ്പോ ശരിയാണോ തെറ്റാണോന്ന് എനിക്ക് മനസ്സിലാവുകയില്ല. ഞാൻ ആലിയ പറഞ്ഞ വിശ്വസിച്ചു. അന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയാ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രോബ്ലമേ ഉണ്ടാവില്ലെന്ന്. പക്ഷെ അപ്പോഴും എനിക്കറിയായിരുന്നു ഞാൻ പോയാലും അദ്ദേഹം തീർച്ചയായും എന്നെ തിരക്കി വരുമെന്ന്. എനിക്ക് അങ്ങനെ പോവാനാവില്ല. ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ അകറ്റാതിരിക്കട്ടെ. നിങ്ങൾ ഒരു ജന്മമല്ല 7 ജന്മവും കൂടെ തന്നെ ഉണ്ടാകും. അതും അവന്റെ കൂടെ സന്തോഷായിട്ട്. ചേച്ചി, ഭക്ഷണം കഴിക്കാൻ അബി ഇതുവരെ വന്നില്ലല്ലോ. ആരും അവനെ ഉണർത്തിയില്ലേ? ഞാനവനെ നേരത്തെ വിളിച്ചെഴുന്നേപ്പിച്ചതാണ്. വരുന്നുണ്ടാകും ഇപ്പൊ. അച്ഛമ്മേ, അബിക്ക് എങ്ങനെയുണ്ട്? അവനൊക്കെയാണ്. എന്താ? അത് ഇന്നലെ അവൻ കള്ളു കുടിച്ചിട്ടല്ലേ വന്നത്? കുറച്ചധികം കുടിച്ചു എന്നാ തോന്നുന്നേ. അവന്റെ കാല് പോലും നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ അവനെ ആരോ ചതിയിലൂടെ കുടിപ്പിച്ചതാ. ആരാ കുടിപ്പിച്ചത് അച്ഛമ്മേ? അത് കുറച്ചുപേരുണ്ട്. അവർ സ്വന്തം കാര്യത്തിനു വേണ്ടി അവനെ ഒരുപാട് കുടിപ്പിച്ചു. എന്റെ മകൻ മിടുക്കനാണ്. ഇത്രയും ബോധരഹിതനായിട്ടും അവൻ അവന്റെ സംസ്കാരം മറന്നിട്ടില്ല. പിന്നെ അവരുടെ പ്ലാനുകളെല്ലാം വെള്ളത്തിലാവുകയും ചെയ്തു. അച്ഛമ്മേ, അത് വളരെ നന്നായില്ലേ? അതെ, പ്രിയക്ക് ഇങ്ങനെയുണ്ട് അച്ഛമ്മേ. അത് ഞാൻ എന്താ ചോദിച്ചെന്നറിയോ? ഇന്നലെ അവളും അഭിയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാ. ഓക്കെ ആണ്. ആ പാവം രാത്രി മുഴുവൻ അഭിയുടെ കാര്യം നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ കൈ പിടിച്ച് രാത്രി മുഴുവൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവനും ആ പ്രിയ അഭിയുടെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നോ? ആ, അവളുടെ കൈയെങ്ങാനും അവൾ എടുത്താ അപ്പ അഭി ഞെട്ടി ഉണരും. ആ പാവത്തിന് രാത്രി മുഴുവനും അഭിയുടെ മുറി തന്നെ ഇരിക്കേണ്ടി വന്നു. രാവിലെ ഞാൻ അവളെ വളരെ നിർബന്ധിച്ച അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അത് അവള് പോകുന്നത് ഞാൻ കണ്ടതാ. പാവം, അവള് വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയി. നോക്ക്, 3 പേരും ചേർന്ന് നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നെന്ന്. കേട്ടു. കേട്ടെങ്കിൽ പിന്നെ എന്താ മറുപടി പറയാത്തെ? അതൊക്കെ ഈച്ചകളാ, മൂളിപ്പാട്ട് പാടിക്കോട്ടെ. പക്ഷെ ഈ ഈച്ചകളിൽ ഒരാൾ നമ്മളെ കുത്താനും സാധ്യതയുണ്ട്. തനു കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരിക്കും. ഞാൻ നിന്റെ കൂടെ ചേർന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കി ഉറപ്പായും ആ പ്ലാനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നീ കാരണം അവരുടെ വായിലിരിക്കുന്നത് എനിക്ക് കേൾക്കേണ്ടി വരും. എന്തു പറ്റി ആലിയ? ഭക്ഷണം കഴിക്കുന്നില്ലേ? ഒട്ടും ടേസ്റ്റ് തോന്നുന്നില്ലേ? ചേച്ചി, ഇന്നലെ രാത്രിയെ തോൽവിയുടെ രുചി എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ ഇപ്പൊ ആഹാരത്തിന്റെ രുചി അറിയുക?
അല്ലേ? ഗുഡ് മോർണിംഗ്. ആ വാ മോനെ വാ, നിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇരിക്കേ. നിന്റെ ആരോഗ്യം ഓക്കെ അല്ലെന്ന് കേട്ടു. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തലയ്ക്കകത്ത് എന്തൊരു ഭാരം പോലെ. ആ അബി, നീ ഇരുന്നത് നന്നായി. തലയിൽ ഒരുപാട് ഭാരമൊന്നും വെക്കാൻ പാടില്ല, തളർന്നു പോകും നീ. താങ്ക് യു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് മരുന്ന് മേടിക്കാം. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ. നിക്കു രാവിലെ എനിക്ക് നാരങ്ങ വെള്ളം തന്നായിരുന്നു. ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. റോബിൻ, മോനെ അഭിക്ക് ഭക്ഷണം കൊടുക്ക്. ആ ഞാനേ ഇന്നുണ്ടാക്കിയ ഭക്ഷണം എല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടതാ. വാവ്. ഇന്നലെ രാത്രി ആര്യയുടെ സർക്കാർ എന്തായാലും പൊളിഞ്ഞു. ഇനി ആരുടെ ഭരണം വന്നാലും ഞാൻ അവരുടെ കൂടെ നിൽക്കണം. അല്ല തനു, നീ എപ്പോഴാ വന്നേ? അബി അത് തനുവിനെ ഞാനാ വീട്ടിൽ കൊണ്ടുവന്നേ. ഈ കാര്യങ്ങളൊക്കെ വീട് ഏട്ടാ. ഏട്ടൻ അറിയാലോ, ഇവിടെ ആഡ് ഷൂട്ടിന് പുറത്തിറങ്ങുമ്പോൾ യൂണിയൻകാർ ഒരുപാട് ശല്യം ചെയ്യും. സോ അത് കാരണം അവരവിടെ ചെല്ലുകയും ചെയ്തു, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അല്ലേ തനു? അബി, നീ ഇവിടേക്കെങ്കിലും പോവാണോ? ഇല്ല ആന്റി, എന്തു പറ്റി? അല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇന്ന് നീ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കണമെന്നാ. അതെ മോനെ, ഇന്ന് മുഴുവൻ വിശ്രമിക്കണം. നിന്റെ മുറിയിൽ തന്നെ. ഭക്ഷണമൊക്കെ സമയാസമയം മുറിയിൽ എത്തിച്ചോളാം. ആരെ വെയിറ്റ് ചെയ്യുന്നേ? നീ ആദ്യം കഴിക്കും. അല്ല, ഇതുപോലെ എന്നോട് സംസാരിച്ച ഞാൻ ഇവിടുന്ന് ഇപ്പൊ തന്നെ പോവും. അതിനാരാ തടഞ്ഞേ? പോ. ശരി, ഭക്ഷണം കഴിച്ചിട്ട് പോവാ. ഹാ തിരുമേനി, വരൂ വരൂ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ആ നമസ്കാരം. നിങ്ങൾ കൃത്യസമയത്താ വന്ന് ഭക്ഷണം വിളമ്പട്ടെ കഴിക്കാനായിട്ട്? വേണ്ട മോളെ, നന്ദി. ഞാൻ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എന്തു പറ്റി? ഇന്ന് വീട്ടിൽ എന്തെങ്കിലും പൂജയുണ്ടോ? തിരുമേനി എന്തിനാ വന്നേ? ആ ഞാൻ വിളിച്ചില്ലല്ലോ. ഇന്ദു, നീ വിളിച്ചായിരുന്നോ? ഇല്ല ഇല്ല ചേച്ചി, ഞാനാരെയും വിളിച്ചിട്ടില്ല. വിളിച്ചതല്ല, ഇദ്ദേഹത്തെ അയച്ചതാണ് ഏട്ടാ. അയച്ചതാണെന്ന് വെച്ചാ? ആരാ അയച്ചത്? തനുവിന്റെ മോം. എന്താണെന്നറിയോ, ഏട്ടന്റെ ആരോഗ്യവും ശരിയല്ലായിരുന്നു. വെടികൊണ്ടത് കാരണം നിശ്ചയവും കുറച്ച് വൈകിപ്പോയി. തനുവിന്റെ അമ്മയുടെ കാര്യം അറിയാലോ, അവരിപ്പോ ലാസ്റ്റ് സ്റ്റേജിലാ. അവര് ചിന്തിക്കുന്നത് ഏട്ടൻ ഓക്കെ ആയ സ്ഥിതിക്ക് നിശ്ചയം ഉടനെ നടത്താവുന്ന. അതല്ലേ ശരി? അല്ലേ തനു? ആന്റി അങ്ങനെയല്ലേ പറഞ്ഞത്? ആ മമ്മി പറഞ്ഞിരുന്നു നിശ്ചയത്തിന്റെ ഡേറ്റ് കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ തിരുമേനി ഏത് തീയതിയാണ്? അത് ഈ കുട്ടിയുടെ അമ്മ വിളിച്ച ഉടൻ തന്നെ ഞാൻ തീയതി കണ്ടുപിടിച്ചു. പിന്നെ ഏറ്റവും നല്ല മുഹൂർത്തവും ഇത് തന്നെയാണ്. ഇന്നാണ് ദിവസം. പിന്നെ ഇതുപോലൊരു മുഹൂർത്തം ഇനി ഒരു ദിവസം കിട്ടുകയുമില്ല. ഫാന്റാസ്റ്റിക്. ഇന്നത്തെ ദിവസമോ? അതെന്തായാലും വളരെ നന്നായി. ഇന്നത്തെ ദിവസം നമുക്ക് നിശ്ചയം നടത്താം, എന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്യാം. ഇത് ഒരുപാട് നേരത്തെ ആയി പോയല്ലോ. ആ എനിക്ക് തോന്നുന്നതേ ആ ഡോക്ടർ തനുവിന്റെ അമ്മയുടെ അവസാനത്തെ ദിവസത്തിന്റെ സമയം കൂടി. ആലി, ഇത് എൻഗേജ്മെന്റ് ആണ്, അല്ലാതെ ബർത്ത്ഡേ പാർട്ടി ഒന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാനായിട്ട്. ഏട്ടാ, അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും നിശ്ചയം നടത്തണമല്ലോ. എങ്കിൽ പിന്നെ അത് ഇന്ന് നടത്തിയാൽ എന്താ? അതുമല്ല, അടുത്ത ഡേറ്റ് ഇനി എന്നാണെന്നൊന്നും അറിയൂല. തിരുമേനി ഏതെങ്കിലും ഡേറ്റ് ഉണ്ടോ വേറെ? ആ ഡേറ്റ് ഉണ്ട്, പക്ഷേ 7 മാസം കഴിഞ്ഞിട്ടുള്ളതാണ്. സി നോക്ക്, 7 മാസം കഴിഞ്ഞിട്ടാണെന്ന്. നമുക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. പക്ഷേ തനുവിന്റെ മമ്മിയുടെ കാര്യത്തിൽ ഒരു ഐഡിയയും ഇല്ല ഏട്ടാ. ആൻഡ് ഐ ഡോണ്ട് തിങ്ക്, ബിക്കോസ് മമ്മിയുടെ ഹെൽത്ത് ഡേ ബൈ ഡേ മോശമായിക്കൊണ്ടിരിക്കുക. ഏട്ടാ, നമുക്ക് ഇന്ന് തന്നെ നിശ്ചയം നടത്തണം. ഇന്ന് വൈകിട്ട് നിശ്ചയം നടത്തുന്നതിൽ എന്താ കുഴപ്പം? പക്ഷെ ആലി, അറേഞ്ച്മെന്റ്സ് എങ്ങനെ നടത്തുന്ന? നികിത ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാനാ? ആ ഒരുപാട് ആളുകൾക്ക് ക്ഷണക്കത്തുകളും മറ്റും അയക്കണ്ടേ? പിന്നെ
തയ്യാറെടുപ്പ്, ഭക്ഷണം, ഡെക്കറേഷൻസ് ഇതൊക്കെ എങ്ങനെ നടത്തും? അച്ഛമ്മ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ടല്ലോ. ഞാൻ എല്ലാം ചെയ്തോളാം. അതുമല്ല മെഹന്തി ഫംഗ്ഷൻസിന് ആരൊക്കെയാ വിളിച്ചത്, അവരുടെയൊക്കെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. സോ ഐ എം ഗോണ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. പിന്നെ ഡെക്കറേഷനോ അതെങ്ങനെ നടത്തും? ഓ ഗോഡ്, വിൽ യു റിലാക്സ്? സഹോദരിയുടെ കല്യാണത്തിന് സഹോദരൻ എല്ലാ ജോലിയും ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് തിരിച്ചും അങ്ങനെ ചെയ്തൂടാ? അതുമല്ല ഐ തിങ്ക് ഏട്ടൻ നികിതയ്ക്ക് അധികം പ്രഷർ കൊടുക്കാൻ പാടില്ല. എപ്പോ നോക്കിയാലും അവളെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്റെ അഭിപ്രായത്തില് അവൾക്ക് ഒരു ദിവസത്തെ അവധി കൊടുക്കുക. ഐ മീൻ അവളെ ഗസ്റ്റ് എന്ന രീതിയിൽ വിളിക്കുക, പക്ഷെ ജോലി ചെയ്യിക്കാൻ പാടില്ല. അല്ലേ അച്ഛമ്മേ? പെർഫെക്റ്റ്. അപ്പൊ നിശ്ചയം ഇന്ന് നടക്കും, റൈറ്റ്? എന്തു പറ്റി അബി? എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ കല്യാണം വേഗം നടത്തണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ഓക്കെ, എനിക്ക് വേണ്ടി അല്ലെങ്കിലും എൻ്റെ മമ്മിക്ക് വേണ്ടിയെങ്കിലും യെസ് പറയൂ. മമ്മിക്ക് ഈ ന്യൂസ് കേട്ടാൽ സന്തോഷാവും. പിന്നെ നമ്മുടെ കല്യാണത്തിന് മുൻപ് മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ജീവിതകാലം സന്തോഷിക്കാൻ കഴിയില്ല. എങ്കിൽ ശരി, വേറെ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ നമുക്ക് നടത്തിയാലേ പറ്റൂ. ഫാന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച് ഏട്ടാ. തിരുമേനി താങ്ക് യു സോ മച്ച്. റോബിൻ, തിരുമേനി ഒന്ന് കൊണ്ടാക്കിയിട്ട് വരൂ. നമസ്കാരം, ഇറങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട അച്ഛമ്മേ, എന്തിനാ ഇങ്ങനെ അധ്വാനിക്കുന്നേ? ഞാനുണ്ടല്ലോ. പറയാ, ആരെയാ ഫോൺ വിളിക്കേണ്ടത്? ഓ, വെറുതെ മിണ്ടാതിരിക്കേ. നീ ഫോണിങ് എടുത്തേ. അതെങ്ങനെ തരും? ആരെയാ വിളിക്കാൻ ശ്രമിച്ചത്? ലെറ്റ് ഇനി നിങ്ങളുടെ റിയൽ മരുമകളെയാണോ വിളിച്ചത്? ആ നോക്കുന്നേ, അവളുടെ പേര് പറഞ്ഞ ഉടനെ അച്ഛമ്മയുടെ മുഖം ബ്ലഷ് ചെയ്യാൻ തുടങ്ങുന്നു. സാരമില്ല, അച്ഛമ്മയ്ക്ക് രസം തോന്നിയില്ലേ? ഞാൻ എങ്ങനെയാ അച്ഛമ്മയുടെ ബുദ്ധിശാലിയായ പ്രിയെ പാഠം പഠിപ്പിക്കുന്നതെന്ന് കണ്ടിട്ട് അവൾക്ക് ചിന്തിക്കാനുള്ള അവസരമേ നൽകിയില്ല. എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കിയില്ല, അവൾക്ക് മനസ്സിലാവില്ല. ആ പോട്ടെ, നോക്ക്, ഇനിയെല്ലാം കൃത്യമായിട്ട് നടക്കും. കല്യാണവും നടക്കും. പിന്നെ തനു ഇവിടുത്തെ മരുമകളായി വരികയും ചെയ്യും. ഞാൻ പറയുന്നത് കേക്കച്ചമ്മേ, പ്രിയെ മറന്നിട്ട് തനുവിനെ മരുമകളായി അക്സെപ്റ്റ് ചെയ്യേ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ വേണം. ആ സഹായങ്ങളൊക്കെ തനുവും ചെയ്തു തരും. നിന്റെ തനുവില്ലേ, 100 ജന്മം ജനിച്ചാലും അവൾക്ക് എന്റെ അഭിയെ കല്യാണം കഴിച്ച എന്റെ മരുമകളാകാനുള്ള യോഗ്യതയില്ല. പിന്നെ എന്റെ മരുമകളാകുന്ന കാര്യമല്ല, ഈ വീടിന്റെ മരുമകളാകുന്ന കാര്യമാണ്. ഈ വീടിന്റെ അഭിമാനം സംരക്ഷിക്കണം. പക്ഷെ നിന്റെ തനുവില്ലേ, അഭിമാനം കാത്തു സൂക്ഷിക്കില്ല. അത് കാറ്റിൽ പറത്താനാണ് ഇഷ്ടം. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, തനുവുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കാൻ നമ്മുടെ വശത്തേക്ക് പോരെ. എന്തെന്നറിയോ, തനു എന്തായാലും ഈ വീട്ടിൽ നിന്ന് പുറത്താകും. അവളുടെ യാത്രയയപ്പ് എന്തായാലും നടക്കും. ഇനി അവൾക്കൊപ്പം നിന്റെ യാത്രയയപ്പ് നടത്തിക്കേണ്ട. യാത്രയപ്പ് നടക്കുന്നത് പ്രിയയുടേതായിരിക്കും അച്ഛമ്മേ. അതും ഈ വീട്ടിൽ നിന്ന് അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ. പിന്നെ തനു ഈ വീടിന്റെ മരുമകളായി വരികയും ചെയ്യും, അതും അച്ഛമ്മയുടെ മുന്നിൽ വെച്ച്. അച്ഛമ്മയ്ക്ക് ചെയ്യാനുള്ളത് ചെയ്തു. പിന്നെ ഇത് വാങ്ങിക്ക. അച്ഛമ്മയ്ക്ക് ആരെ വിളിക്കണമെങ്കിലും വിളിച്ചോ. ആ പ്രിയെ വേണമെങ്കിലും ആ തെരുവിലുള്ളവരെ മുഴുവനും വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷെ ഈ കല്യാണം എന്തായാലും നടന്നിരിക്കും. അങ്ങനെ തനു ഈ വീടിന്റെ മരുമകളാവും, ഏട്ടന്റെ ഭാര്യയാവുകയും ചെയ്യും. ഞാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ എല്ലാം സംഭവിക്കും അച്ഛമ്മേ. എനിക്കറിഞ്ഞൂടാ ഇവൾക്കിതെന്താ സംഭവിച്ചതെന്ന്. പ്രിയ എന്ന് കേൾക്കുമ്പോ ഇവൾക്കെന്താ ഇത്രയ്ക്കും ശത്രുത തോന്നാൻ? ഞാൻ എന്തായാലും പ്രിയയെ ഉടനെ വിളിക്കണം. ടൈം വളരെ കുറവാ. ഹലോ സരളെ, പ്രിയ എവിടെയാ? എന്താമ്മേ, എന്തു പറ്റി? എന്തേലും പ്രശ്നമുണ്ടോ? അബിയുടെ ആരോഗ്യം ഓക്കെ അല്ലേ? അബി ഓക്കെയാണ്, പക്ഷെ ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല. ആ ആലിയയില്ലേ, അവൾ എല്ലാം കുഴപ്പത്തിലാക്കും. ആ ആലിയ ഇപ്പൊ എന്താ ചെയ്തത്? ഈശ്വരൻ ഇനിയും നമ്മളെ എത്ര തവണ പരീക്ഷിക്കും? ഇന്ന് രാവിലെ എത്ര സന്തോഷവതിയായിരുന്നു. അബിയുടെ കൂടെയുള്ള നിമിഷങ്ങൾ അവൾക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുമായിരുന്നു. അവളത് കേട്ടാൽ ഒരുപാട് ടെൻഷൻ അടിക്കും. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈശ്വരൻ എന്റെ മകളെ പരീക്ഷിക്കുന്നത് ഇനി എന്ന് നിർത്തും? നോക്ക് സരളെ, ഇപ്പൊ കരയാനുള്ള സമയമല്ല. നിങ്ങൾ വേഗം പ്രിയയെ വിളിക്ക്. അവൾക്ക് മാത്രമേ ഈ നിശ്ചയം തടയാൻ കഴിയൂ. അതിന് അവൾ ഇവിടെ ഇല്ലമ്മേ. അവൾ എവിടെ പോയി? അറിയില്ല അവൾ എങ്ങോട്ടാ പോയതെന്ന്. അവളുടെ ഫോൺ ഇവിടെ വീട്ടിൽ വെച്ചിട്ടാ പോയത്. എന്റെ ഈശ്വര, എന്താ ഈ സംഭവിക്കുന്നത്?
ഡോക്ടർ സാർ എന്താ ഇതിലുള്ള? ഈ സ്കാനിംഗ് റിപ്പോർട്ട് പഴയതിനേക്കാൾ ബെറ്റർ ആണ്. പിന്നെ മിസ്റ്റർ അബി മുൻപത്തേക്കാൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുണ്ട്. നല്ല പ്രോഗ്രസ് ആണ്. ഹീസ് ഡൂയിങ് ഫൈൻ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇത് വളരെ നല്ല വാർത്തയാ. ആക്ച്വലി എനിക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമായിരുന്നു. ഡോക്ടറുടെ സജഷൻ വേണം എനിക്ക്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാകുമോ? എന്ന് വെച്ചാൽ എനിക്ക് എന്നെക്കുറിച്ച് അദ്ദേഹത്തോട് പറയാൻ കഴിയുമെന്നാ. പക്ഷെ അദ്ദേഹത്തിന് സ്ട്രെസ് ഒന്നും ഉണ്ടാവരുത്, അത് നിർബന്ധമാ ഡോക്ടർ. ഇനിയും ഞാൻ അദ്ദേഹത്തെ എന്നെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ അദ്ദേഹം എന്നെ ചിലപ്പോൾ എന്നേക്കുമായി മറന്നു പോവും. നീ എന്താ ചെയ്തേ? നീ എന്താ ചെയ്യുന്നേ? ആഘോഷിക്കണോ? നിശ്ചയാണെന്ന് കരുതി ഗിറ്റാർ വായിച്ച് സെലിബ്രേറ്റ് ചെയ്യണോ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ പറയുന്നതെന്ന്. നീ എന്താ ആഗ്രഹിക്കുന്നേ? എന്താ നിന്റെ മനസ്സിൽ? ചിലപ്പോ ഒന്ന്, ചിലപ്പോ മറ്റൊന്ന്. ദാ നോക്ക്, നിനക്കറിയില്ല നീ ദേഷ്യം വന്ന് എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന്. എന്താണെങ്കിലും വ്യക്തമായിട്ട് പറ. ഞാൻ നിന്റെ നിശ്ചയത്തിന്റെ കാര്യമാണ് പറയുന്നത്. നീ ഈ ഫംഗ്ഷൻ എങ്ങനെ സമ്മതിച്ചു? നോക്കബി, ഇത് ശരിയല്ല. നീ ഇപ്പൊ ചെന്ന് പറ ഈ ഫംഗ്ഷൻ നടക്കില്ലെന്ന്. അതെന്താ നടക്കാത്തത്? കാരണം തനു നിനക്ക് ചേർന്ന ആളല്ല. നിന്റെ കല്യാണം അവളെ നടക്കാൻ പാടില്ല. അവൾ നിന്റെ റെപ്യൂട്ടേഷൻ ഓക്കെ ആയിരിക്കും, നിന്റെ പ്രൊഫഷനും ഓക്കെ ആയിരിക്കും. പക്ഷെ കല്യാണം കഴിക്കാൻ ഇത് വലിയൊരു കാരണമല്ല അബി. കല്യാണം കഴിക്കാൻ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കേണ്ടത് ഇമ്പോർട്ടൻ്റാ. നീ അവളെ സ്നേഹിക്കുന്ന പോലുമില്ല. പിന്നെ നീ എങ്ങനെ അവളെ കല്യാണം കഴിക്കുന്നത്? നീ ആലോചിച്ചിട്ടുണ്ടോ പ്രിയ ചേച്ചി ഇതെങ്ങനെ ബാധിക്കുമെന്ന്? ചേച്ചിക്ക് എന്ത് ഫീൽ ചെയ്യുമെന്ന്? എടാ തകർന്നു പോകും ചേച്ചി. പക്ഷെ നിനക്കൊരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഓൾറെഡി ഒരുപാട് സഹിച്ചു ചേച്ചി. അതിനിടെ കൂടെ നീ ഇങ്ങനെ ചെയ്യുന്നത്. നീ തന്നെ പ്രതീക്ഷ കൊടുത്തിട്ട് നീ തന്നെ തകർക്കുക. നോക്കബി, ഇതൊട്ടും ശരിയല്ല. ഈ പ്രിയ ആരാ? ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, പ്രിയ ആരാണെന്ന്. ആരാ പ്രിയ? എന്റെ കല്യാണം നടക്കുമ്പോൾ ടെൻഷനാകാൻ മാത്രം എന്ത് ബന്ധമാ ഞാനും അവരുമായിട്ടുള്ളത്? പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ അവളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുകയാണെന്ന്. പ്രിയ ആരാണെന്നുള്ളതിന് നീ ഇതുവരെ എനിക്ക് മറുപടി തന്നില്ല. ആരുമില്ല. ആരുമല്ലാന്ന് വെച്ചാ? ഞാൻ പറഞ്ഞില്ല ആരുമല്ലാന്ന്. പ്രണവ്, അത് ആരോ ആണ്. നീ അവർക്ക് വേണ്ടി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി എന്നെ തള്ളി പറയുവാന്ന്. എന്റെ കല്യാണം നടന്നാൽ അവളുടെ മനസ്സ് തകർന്നു പോകുന്നു എന്തർത്ഥത്തിലാ നീ പറഞ്ഞത്? അവൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ? നിന്നെ പ്രണയിക്കുന്നവർ. കാരണം അത് മമ്മി, എന്റെ തലയുണ്ടല്ലോ, അത് വേദനിക്കല്ല, അത് പൊട്ടിത്തെറിക്കുവാണെന്നാ തോന്നുന്നത്. എനിക്ക് മനസ്സിലാവാത്തതേ, ആ ആലിയ ഈ വീട്ടിന്റെ ഓണറാന്ന് കരുതി അവള് പറയുന്നതൊക്കെ കേൾക്കണോ? അതും ആ പ്രിയ, അവള് ഈ വീട്ടിന്റെ മരുമകളാണെന്ന് കരുതി അങ്ങ് ആദരിക്കണോ? ഞാൻ ഇവരെ കുറിച്ച് ചിന്തിച്ചിപ്പോ എന്റെ തലയും എന്റെ വയറും ഒക്കെ ഒഴുങ്ങി കിടക്കുകയാണ്. രാവിലെ 2 തവണയാ ഞാൻ ഫുഡ് കഴിച്ചത്, ടെൻഷൻ കാരണം. 2 തവണയോ? ആ, അതെ, ഒരു ടെൻഷനും ഇല്ലാതല്ലേ മമ്മി 2 തവണ ലഞ്ച് കഴിക്കുന്നേ? 4 തവണയൊന്നും അല്ലല്ലോ കഴിച്ചത്. 4 തവണ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നോ? ഞാൻ ഇനി എന്തായാലും ഈ വീടിന്റെ ഓണറാകും. എങ്കിൽ ശരി, ഈ വീടിന്റെ ഓണറായി ഭരണം നടത്താൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കാരണം അത് നിന്റെ ഫാനാണ്. നീ ഇത്രയും നേരം ഒരു ഫാന് വേണ്ടിയാണ് എന്നോട് വഴക്കിട്ടത്. പിന്നെ എന്ത് ചെയ്യാനാ? ആരുടെ പേര് പറഞ്ഞ് നിന്നെ തടയും? ഈ കല്യാണം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അബി, എനിക്ക് നന്നായിട്ടറിയാം നീ ഇത് തന്നെ ആഗ്രഹിക്കുന്നെന്ന്. നിനക്കും ഈ കല്യാണം ഇഷ്ടമല്ലല്ലോ. അബി, നീ നിന്നോട് തന്നെ ചോദിക്ക്, നിനക്ക് ആഗ്രഹമുണ്ടോ ഈ കല്യാണം കഴിക്കാൻ, ഈ ഫംഗ്ഷൻ നടത്താൻ? ഏട്ടൻ അത് തന്നെ ആഗ്രഹിക്കുന്നേ. ഏട്ടൻ തന്നെയാ തനുവിനെ കല്യാണത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്തത്. ഏട്ടന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഏട്ടൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഇന്ന് നിശ്ചയം നടക്കും, അത് കഴിഞ്ഞ് കല്യാണവും. പിന്നെ ഇതൊക്കെ നടന്നതിന് ശേഷം ഏട്ടനും തനുവും എന്നേക്കുമായിട്ട് ഒന്നായി തീരുകയും ചെയ്യും. ബട്ട് ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാവരും ഹാപ്പിയാണ്, ഏട്ടൻ വളരെ ഹാപ്പിയാണ്, പിന്നെ നീ എന്താ ഹാപ്പി ആവാത്തെ? ഇത് എന്തൊരു ഫ്രണ്ട്ഷിപ്പാ? നെവർ മൈൻഡ്. അച്ഛമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അച്ഛമ്മയും നമ്മളെപ്പോലെ നിന്നോട് പിണങ്ങിയാലോ? യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഏട്ടൻ അറിയാലോ പ്രണവിന്റെ സ്വഭാവം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും വൈകിട്ട് എല്ലാം ഓക്കെ ആവും. ഏട്ടൻ പ്രാക്ടീസിൽ ശ്രദ്ധിക്കുക. വൈകിട്ട് ഏട്ടന്റെ പെർഫോമൻസ് ഉണ്ട്. ഐ വോണ്ട് യു ടു ബി ദ ബെസ്റ്റ് ആസ് ഓൾവേസ്. ഓക്കെ? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. ഓക്കെ? ഈ പ്രണവിന് എന്താ പറ്റിയത്? ഈ പ്രിയ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ബെസ്റ്റ് ഫാൻ എന്ന് പറയുന്നത് നികിതയാണല്ലോ. ഈ പേര് ഞാൻ മുമ്പ് എവിടെയോ കേട്ടതുപോലെ ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഹലോ മൈഥിലി ഏട്ടത്തി.
ഹലോ വല്യമ്മേ. ഹലോ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? അത് ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തെങ്കിലും ചെയ്യൂന്നേ. ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. ഓ, എന്ന് വെച്ചാ നീ എന്നോട് ഓർഡർ ചെയ്യുവാണോ? അതെന്താന്ന് വെച്ചാ നിങ്ങൾക്കറിയാലോ, ഉടനെ തന്നെ എന്റെ അബിയുടെയും കല്യാണം നടക്കും. പിന്നെ ഉടനെ തന്നെ ഞാൻ ഈ വീടിന്റെ ഓണറാകും. സോ ഓണറായി കഴിഞ്ഞാ ഞാൻ എപ്പോ വേണമെങ്കിലും എന്ത് ജോലി വേണമെങ്കിലും നിങ്ങളോട് പറയാം. നിങ്ങൾ ആ ജോലി അലാവുദ്ദീന്റെ ജിന്നിനെ പോലെ ഉടനെ തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ കരുതി ഇപ്പൊ തന്നെ അതങ്ങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാന്ന്. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, പോറ്റി എത്ര പെട്ടെന്ന് മുഹൂർത്തം കണ്ടുപിടിച്ചത്. ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടില്ല. ഞാൻ കരുതി നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നാലോന്ന്. വല്യമ്മേ, ഒരു കാര്യം ചെയ്യ, നിങ്ങൾ എന്റെ ഡിസൈനറിന്റെ അടുത്ത് പോ. എന്നിട്ട് എന്റെ ഡ്രസ്സ്, എന്റെ സാൻഡൽസ്, എന്റെ ജ്വല്ലറീസ് എല്ലാം ഒന്ന് കൊണ്ടുവാ. പിന്നെ മൈഥിലിയെടുത്തി, നിങ്ങൾ പോയി എന്റെ ബ്യൂട്ടീഷ്യനെ വിളിച്ചോണ്ട് വാ. ഞാൻ എന്റെ ഫേഷ്യൽ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് ചെയ്യാം. കാരണം ടൈം കുറവാ, പുറത്തു പോകാനുള്ള സമയം തീരെ കിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നേ, വേഗം പോ. ടൈം വളരെ കുറവാണെന്ന് നിങ്ങൾക്കറിയാലോ. ഓ അതെ, മുന്തിരി. മുന്തിരി? ആ മുന്തിരി. ആലിയ സുന്ദരി, നീ ഒരു മുന്തിരി. പിന്നെ മുന്തിരി എന്ന് വെച്ചാലേ ഞങ്ങക്കേ മോതിരമാ. പിന്നെ ഇതുവരെ നിന്റെ കയ്യിലൊരു മോതിരം വന്നില്ല. അതിനു മുൻപ് തന്നെ നീ നിന്റെ താളത്തിൽ ഞങ്ങൾ തുള്ളിക്കാൻ തുടങ്ങിയോ? സുന്ദരി മുന്തിരി. നിങ്ങളുടെ സുന്ദരി മുന്തിരി കാരണം ഇപ്പൊ ഞങ്ങളുടെ ജീവിതം നരകത്തിലായി. ഞങ്ങളെ ഭ്രാന്തിയാക്കി വെച്ചേക്കുവാണോ? നിങ്ങളിൽ ആർക്ക് തോന്നുന്നോ വന്ന് പറയും അവരാണ് ഈ വീട്ടിന്റെ ഓണർ എന്ന്. ഇപ്പൊ നീ വന്ന് പറയണു നീയാണ് ഈ വീട്ടിന്റെ ഓണർ എന്ന്. പിന്നെയാ പ്രിയ, അവൾക്ക് എപ്പോ തോന്നുന്നോ, എപ്പോ മനസ്സ് വരുന്നോ അപ്പൊ വരും വയൽക്കാരൻ രണ്ടുമായിട്ട്. ഈ വീട്ടിന്റെ സിസ്റ്റം തന്നെ ആകെ മാറ്റിമറിച്ച് വെച്ചേക്കുവാ. നോക്ക് തനു, ഞാൻ നിന്നെ വാണി ചെയ്യുക. എന്റെ തലയിലെ പിരി ഇളകിയാലുണ്ടല്ലോ നിന്നെ നീ ഇവിടുന്ന് പൊക്കോ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഓർഡർ ചെയ്താൽ മതി. അതിനു മുൻപ് നീ എന്തെങ്കിലും വന്ന് എന്നോട് ഓർഡർ ചെയ്താലേ നിന്നെ ഈ കോലത്ത് ഞാൻ വെറുതെ വിടില്ല. വാ മമ്മി ഇങ്ങോട്ട്. വന്നിരിക്കുന്നു. ഇവരെ രണ്ടുപേരെ ഞാൻ എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ഇവരെ കൊണ്ട് ഈ വീട് മുഴുവൻ തുടപ്പിച്ചില്ലെങ്കില് എന്റെ പേര് തനു എന്നല്ല. അറിയില്ല ഈശ്വരൻ എന്ന് എന്റെ മകളെ പരീക്ഷിക്കുന്നത് നിർത്തുമെന്ന്. അവളുടെ ജീവിതത്തിൽ എപ്പോ ഒരു സന്തോഷം വന്നാലും ഉടനെ തന്നെ അടുത്തൊരു പരീക്ഷണം അവളുടെ ജീവിതത്തിലെത്തും. അറിയില്ല അവൾ എന്ന് വരെ ഈ പരീക്ഷണമൊക്കെ നേരിടുമെന്ന്. ഒന്നും അറിയില്ല. അമ്മേ, എനിക്ക് അമ്മയോട് വലിയൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ അമ്മ ഇവിടെ നിന്ന് തുണി മടക്ക. ദേ, ഇന്നത്തെ ദിവസമല്ലേ, കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതാ. കാരണം ഞാൻ ഇന്ന് അമ്മയോട് പറയാൻ പോകുന്ന കാര്യം കേട്ട് അമ്മ എന്നെക്കാള് സന്തോഷിക്കും. അമ്മയ്ക്ക് അറിയോ ഡോക്ടർ എന്താ പറഞ്ഞെന്ന്? അദ്ദേഹത്തിന്റെ മെന്റൽ ഫിസിക്കൽ ഹെൽത്തിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന്. ആ പിന്നെ പതുക്കെ പതുക്കെ അദ്ദേഹത്തോട് പഴയ കാര്യങ്ങളെല്ലാം പറയാന്നും ഡോക്ടർ പറഞ്ഞു. ആദ്യം പേടിയുണ്ടായിരുന്നു, പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ച ഷോക്കോ പാരലിറ്റിക് അറ്റാക്കോ വരുമെന്ന്. പക്ഷെ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനിയെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ സമാധാനമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ ആവുമ്പോ അദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വരാൻ സാധ്യതയുണ്ടെന്ന്. അദ്ദേഹത്തിന് എന്നെ ഓർമ്മ വരും, ഞങ്ങളുടെ ബന്ധം ഓർമ്മ വരും. പക്ഷെ അമ്മ, അതിനു വേണ്ടി എനിക്ക് അദ്ദേഹത്തെ പലയിടങ്ങളിലും കൊണ്ടുവേണ്ടി വരും. ഏറ്റവും ആദ്യം അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സ്ഥലം, പിന്നെ നമ്മുടെ സിന്ദൂരം ഹാള്, ഞങ്ങളുടെ കല്യാണം നടന്ന സ്ഥലം, പിന്നെ അവിടെയും പോണം. അവിടെ വെച്ച് ആദ്യമായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്ത്. പിന്നെ മിക്ക കോൺസെർട്ട് ഹാളുകളിലും പോണം. അവിടെയൊക്കെ അദ്ദേഹം പെർഫോം ചെയ്തല്ലേ. പിന്നെ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചില്ലേ, അവിടെയും പോണം. മറന്നുപോയ എല്ലാ നിമിഷങ്ങളും ഓർമ്മപ്പെടുത്തണം. അറിയില്ലല്ലോ അമ്മ, ഏത് നിമിഷത്തിലാ എന്ത് കാണുമ്പോഴാ എന്നെ ഓർക്കാൻ കഴിയാന്ന്. എന്റെ സന്തോഷം ഉണ്ടല്ലോ അമ്മ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നതേ അമ്മ, ഞാൻ ഇത്രയും ദിവസമായി കാത്തിരുന്ന ആ നിമിഷം അടുത്തെത്തി കഴിഞ്ഞു എന്നാ. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, അദ്ദേഹത്തെ എവിടെയൊക്കെ കൊണ്ടുപോകണമെന്ന്. അത് അമ്മയും കാണിക്കാം. ഏതെങ്കിലും ഞാൻ മറന്നുപോയാ അമ്മയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കാമല്ലോ.